സന്തോഷ വാർത്ത. ദിവസവും ഒരു മൾട്ടി വിറ്റാമിൻ കഴിക്കുന്നത് നമ്മൾ വയസ്സാകുന്നത് കുറച്ചുകൂടി മന്ദഗതിയിലാക്കുമെന്ന് ഒരു പഠനം തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ നടത്തിയ ഒരു പഠനമാണ്. ദിവസവും മൾട്ടി വിറ്റാമിൻ കഴിക്കുന്ന ശരീരത്തിൻ്റെ ബയോളജിക്കൽ ഏജിങ് അല്ലെങ്കിൽ നമ്മുടെ വയസ്സാകുന്ന വേഗം കുറച്ചുകൂടി മന്ദഗതിയിലാക്കാൻ സഹായിക്കുമെന്നുള്ളതാണ്. ഒരു കോസ്മോസ് ട്രയൽ എന്ന വലിയ ഒരു നേച്ചർ ക്ലിനിക്കൽ ട്രയലിൻ്റെ ഭാഗമായി നടത്തിയ പഠനമാണ്. ഈ ഒരു പഠനത്തിൽ ഏകദേശം 1000 പേർ, ശരാശരി വയസ്സ് 70 ഉള്ളവർ പങ്കെടുത്തു. 2 വർഷം ദിവസവും മൾട്ടിവിറ്റാമിൻ കഴിച്ചു. DNA അടിസ്ഥാനമാക്കിയിട്ടുള്ള എപ്പിജനറ്റിക് ക്ലോക്ക് ഉപയോഗിച്ച് വയസ്സാകൽ പരിശോധിച്ചു. ഇതിൻ്റെ ഫലം എന്താണ് കിട്ടിയത്? 2.7 മുതൽ 5.1 മാസം വരെ ഏജിങ് കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ വയസ്സാവുന്ന ഘടികാരം കുറച്ചുകൂടി സ്ലോ ആയി എന്നാണ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു വയസ്സാവുന്ന ഒരു ഘടികാരമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാം. സാധാരണ അത് കുന്നിറങ്ങുന്ന KSRTC പോലെ വളരെ വേഗത്തിലാണ് പോവുക. മൾട്ടി വിറ്റമിൻ എടുത്താൽ കോഴിക്കോട് ട്രാഫിക്കിൽ കുടുങ്ങിയ ഒരു ബസ്സിനെ പോലെ സ്ലോ ആകും. അല്ല, സപ്ലിമെൻ്റ് തന്നെ കഴിക്കണോ? അത് ഭക്ഷണത്തിലൂടെ കിട്ടിയാൽ പോലെ? തീർച്ചയായിട്ടും ഭക്ഷണം തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഈ പറഞ്ഞ വിറ്റാമിൻസൊക്കെ നമുക്ക് പല ഭക്ഷണങ്ങളിൽ ലഭിക്കും. ഒന്ന് B കോംപ്ലക്സ് വൈറ്റമിൻ കിട്ടാൻ ചീര, പയർ, മുഴുവൻ ധാന്യങ്ങൾ, ഹോൾ ഗ്രെയിൻസ്. വൈറ്റമിൻ C കിട്ടാൻ വേണ്ടി നാരങ്ങ, ഓറഞ്ച്. വിറ്റാമിൻ D കിട്ടാൻ വേണ്ടി മീൻ, സൂര്യപ്രകാശം. വൈറ്റമിൻ E കിട്ടാൻ വേണ്ടി നട്ട്സ് ആൻഡ് സീഡ്സ്. മെഗ്നീഷ്യം കിട്ടാൻ വേണ്ടി പയർ, പച്ചക്കറികൾ. ഇതൊക്കെ കഴിച്ചിട്ട് അങ്ങനെയും കിട്ടാം. മൾട്ടി വിറ്റമിൻസ് നമുക്ക് വേണ്ട ന്യൂട്രിയൻ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. പക്ഷേ നമുക്ക് ആരോഗ്യപരമായിട്ട് ഹെൽത്തിയെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കേട്ടോ. അതൊരിക്കലും ഒരു മാജിക്കായിട്ടുള്ള ഒരു പ്രായം കുറക്കുന്ന പില്ലല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം, എക്സസൈസ്, നല്ല ഉറക്കം, പുകവലിക്കരുത്. ഈ ശീലങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു മൾട്ടി വിറ്റാമിനോട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി നമ്മുടെ ഏജിങ് പ്രോസസ്സ് സ്ലോ ആക്കാൻ പറ്റും. നമ്മൾ കുറേ കാലം അങ്ങോട്ട് ജീവിക്കുക എന്നതിനേക്കാൾ ഉപരി ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും കുറേ കാലം ജീവിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം.